ഞാൻ മെന്റൽ ഹെൽത്ത് അഡ്വക്കേറ്റ് ആണ്. മെന്റൽ ഹെൽത്തിന് കുഴപ്പമൊന്നുമില്ല. രേണുസുധിയുടെ മെന്റൽ ഹെൽത്ത് ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഇപ്പൊ രേണുസുധി എന്റെ പേഷ്യന്റ് ആണോ അല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രസക്തി. എന്താണ് പ്രശ്നം ഡോക്ടറെ? ഇവിടെ പ്രശ്നം ഒരാളെ സൈക്കോ എന്ന് വിളിക്കുമ്പോൾ, അതായത് നിങ്ങൾ നെഗറ്റീവ് കമന്റ്സ് കണ്ടിട്ട്, നെഗറ്റീവ് കമന്റ് കണ്ടിട്ട് ഷാരിയയ്ക്ക് സന്തോഷിക്കാം, പക്ഷെ രേണുസുധിക്ക് സന്തോഷിക്കാൻ പറ്റില്ല. പശുവിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പശുവിനെ തെങ്ങി കെട്ടിയിട്ടിട്ട് തെങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. ഞാൻ പറയേണ്ടി വരും. തെങ്ങിന് ബലമില്ലെങ്കിൽ ചിലപ്പോൾ പറയേണ്ടി വരും. പശുവോട് കഴിഞ്ഞോ തെങ്ങിനെ കുറിച്ച് പറയേണ്ടി വരും. Okay? Yeah, I am okay. Did you drink something? Actually, how many mummies and daddies do you have? I want the complete list before sunrise. ഈ ഷോ ഞങ്ങളുടെ ഫസ്റ്റ് എപ്പിസോഡ് റിലീസ് ചെയ്യുമ്പോൾ അത് കണ്ട ആൾക്കാർ ഏതാണ്ട് 15 ലക്ഷത്തിനടുത്ത് ആൾക്കാർ കണ്ടിട്ടുണ്ട്. അതിൽ എന്നെ തെറിവിളിച്ചെന്ന് പറയപ്പെടുന്ന ആൾക്കാർ ഏതാണ്ട് 9K ആൾക്കാരേ ഉള്ളൂ. അതിൽ 9,000 പേരേ ഉള്ളൂ. ബാക്കി ഏതാണ്ട് 12.5 ലക്ഷം ആൾക്കാരും എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഞാൻ ക്വാളിറ്റി ഇല്ലായ്മയെ കുറിച്ച് ശാരിക അധികം ഒച്ച എടുക്കാതെ ഞാൻ പറയണത് കേൾക്കൂ. ഞാൻ ഒച്ച എടുക്കണം വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അത് ഡോക്ടർ അല്ല ഡിഫൈൻ. ഞാൻ ഡോക്ടറുടെ പേഷ്യന്റ് അല്ല, ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. ഐ ആം നോട്ട് യുവർ പേഷ്യന്റ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒച്ച എടുത്തോണ്ടിരുന്നുള്ളൂ. മുഴുവൻ പറയട്ടെ. The way you are asking those questions, അവിടെയാണ് പ്രശ്നം വരുന്നത്. ആ ക്വസ്റ്റ്യൻസ് തുടക്കം തൊട്ട് അവസാനം വരെ കാണുമ്പോൾ ആൾക്കാർക്ക് അൺകംഫർട്ടബിൾ ആവുന്നു. അവർക്ക് വേറെ ഒരു എന്താണെങ്കിലും അവർ വന്നു പോയി പുറത്തേക്ക് പോകാൻ അവർക്ക് പറ്റാത്ത രീതിയിലാണ് അവരിയ്ക്കുന്നത് എന്നുള്ള രീതിയിലാണ് ആൾക്കാർ പറയുന്നത്. അതിന് എന്താ ശാരികയുടെ അഭിപ്രായം? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവ്. എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഐ ആം ടോട്ടലി. ശാരിക കരയാൻ വേണ്ടി മാത്രം ഇപ്പൊ ഇവിടെ എന്താ സംസാരിച്ചത്? അയ്യേ, ആര് കരഞ്ഞ്? അത് നിങ്ങളുടെ തോന്നല. അതൊക്കെ കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.